വചനമൊഴി. ഉയിർപ്പുകാലം 4-ാം ഞായറാഴ്ച. വചനഭാഗം യേശയ്യ 49:13-23. സ്ലീഹന്മാരുടെ നടപടി 8:14-25. എഫേസോസ് 2:1-7. യോഹന്നാന്റെ സുവിശേഷം 16:24. ഉയിർപ്പുകാലം 4-ാം ഞായറാഴ്ച. വിശുദ്ധ കുർബാന മധ്യേ ശ്രവിക്കുന്ന വചനഭാഗങ്ങളെല്ലാം സഹനങ്ങളും ത്യാഗങ്ങളും, എന്തിനും മരണം പോലും ക്ഷണഭങ്കുരമാണെന്നും സഹനങ്ങളെയും മരണത്തെയും പരാജയപ്പെടുത്തിയ മിശിഹായുടെ ഉയിർപ്പ് നൽകുന്ന പ്രത്യാശയിൽ ആരും എടുത്തുകളയുകയില്ലാത്ത സന്തോഷത്തിൽ ജീവിക്കുന്നവരാകുവാനുള്ള സന്ദേശം പങ്കുവയ്ക്കുന്നതാണ്. ദൈവത്തിൻ്റെ പക്കൽ നിന്നും ദാനമായി ലഭിക്കുന്ന ആ സന്തോഷം സമ്പത്തോ മറ്റെന്തെങ്കിലും ഭൗമിക നേട്ടങ്ങൾ കൊണ്ടോ കരസ്ഥമാക്കാവുന്നതല്ല. മറിച്ച് ഉത്ഥിതനായ മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ ലഭിക്കുന്നതാണ്. അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധ റൂഹായാണ് ആ സന്തോഷത്തിൽ നിലനിൽക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത്. ഇന്ന് സുവിശേഷത്തിൽ നിന്നും നാം ശ്രവിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നുമുള്ള ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നത് ഈശോയുടെ വിടവാങ്ങൽ പ്രഭാഷണമാണ്. ഇന്ന് ശ്രവിക്കുന്ന വചനഭാഗത്ത് ഈശോ വരാനിരിക്കുന്ന പീഡാസഹനത്തെയും കുരിശുമരണത്തെയും അതിനുശേഷമുള്ള ഉത്ഥാനത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അല്പസമയം നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈശോയുടെ ശിഷ്യന്മാർക്ക് ഈ അല്പസമയം എന്ന പ്രയോഗം മനസ്സിലാകുന്നില്ല. അതിനാൽ അവർ പരസ്പരം ചോദിക്കുന്നുണ്ട്, എന്താണ് അല്പസമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിശിഹായുടെ കുരിശുമരണത്തിന്റെ സമയത്ത് വ്യാപകമായ അന്ധകാരം ഈ അല്പസമയമായിരുന്നു. ഈ അല്പസമയം ലോകം വിജയിച്ചതായി കരുതി സന്തോഷിച്ചു. മിശിഹായുടെ ശിഷ്യന്മാർ പരാജിത ഭീതിയോടെ അടച്ചിട്ട മുറിയിൽ അഭയം പ്രാപിച്ചു. അന്ധകാരത്തിൽ നിന്നും ഉയർപ്പിന്റെ പുലരിയിൽ പൊട്ടിവിടർന്ന പ്രകാശം അന്ധകാരത്തിന്റെ പരാജയവും അല്പസമയത്തിന്റെ പൂർത്തീകരണവുമായിരുന്നു. മിശിഹായുടെ ഉത്ഥാനാനന്തര അനുഭവത്തിൽ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് ഈശോ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കുവാനാകുന്നുണ്ട്. മിക്രോൺ എന്ന ഗ്രീക്ക് പദമാണ് അല്പസമയമെന്ന വിവർത്തനം ചെയ്തിരിക്കുന്നത്. മിശിഹായുടെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഇടയിലുള്ള സമയമാണ് അല്പസമയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മിശിഹായുടെ മരണത്തിൽ ലോകം ആനന്ദിച്ചു, ഈശോയുടെ ശിഷ്യന്മാർ ദുഃഖിച്ചു. ആ ദുഃഖമാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ സന്തോഷമായി മാറിയത്. ഉത്ഥിതനായ മിശിഹായുടെ സാന്നിധ്യം ലോകാവസാനം വരെ എപ്പോഴും മനുഷ്യകുലത്തോടൊപ്പമുണ്ട് എന്നത് അവിടുന്ന് വാഗ്ദാനം ചെയ്യുകയും കൗദാശികമായി ആ സാന്നിധ്യം അവിടുന്ന് നൽകുന്നതിലൂടെ തൻ്റെ നിത്യമായ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്തു. തൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനു വേണ്ടി പരിശുദ്ധ റൂഹായെ നൽകുകയും ചെയ്തു. സഹനത്തിന്റെ നിമിഷത്തിൽ നിന്നുമുള്ള വിടുതലിനെ സൂചിപ്പിക്കുന്നതിന് ഒരു സ്ത്രീയുടെ പ്രസവ വേദനയോടാണ് അവിടുന്ന് ഉപമിച്ചിരിക്കുന്നത്. സഹനം പുതുജന്മത്തിനു വേണ്ടിയുള്ളതാണ് എന്ന ദർശനമാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹ ഈ വചനഭാഗം തന്റെ സുവിശേഷത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നത് ആദിമസഭയുടെ സഹനത്തിന്റെയും പീഡനങ്ങളുടെയും പശ്ചാത്തലത്തിൽ കൂടിയാണ്. സഹനത്തിന്റെ നിമിഷങ്ങൾ താൽക്കാലികമാണെന്നും സഹനത്തിൽ നിന്നും മോചിതരായി ഉത്ഥിതനായ മിശിഹായോടൊന്നിച്ച് വിജയശ്രീലാളിതമാകുന്ന സഭയെക്കുറിച്ചുള്ള
പ്രത്യാശയുടെ ദർശനമാണ് സുവിശേഷം നൽകുന്നത്. പഴയ നിയമത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ യെശയ്യാ പ്രവാചകന്റെ വാക്കുകളിൽ നിന്ന് നാം ശ്രവിക്കുന്നത് അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ വിമോചനത്തെക്കുറിച്ചുള്ള സദ്വാർത്തയായിരുന്നു. സഹനത്തിലൂടെയും ത്യാഗത്തിലൂടെയും കടന്നുപോയിരുന്ന ഇസ്രായേലിന് കർത്താവിന്റെ ഇടപെടലിലൂടെ വരാൻ പോകുന്ന വിമോചനത്തെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. നിന്റെ നിർമ്മിതാക്കൾ നിന്നെ നശിപ്പിച്ചവരെക്കാൾ ശക്തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജെറുസലേമിന്റെ തിരിച്ചുവരവും പ്രത്യാശയുമാണ് പ്രവാചകൻ പ്രഘോഷിക്കുന്നത്. സ്ലീഹന്മാരുടെ നടപടിയിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണത്തിൽ ശ്രവിക്കുന്നത് സഭയുടെ വളർച്ചയെക്കുറിച്ചുള്ള വിവരണമാണ്. ദൈവവചനം ശ്രവിച്ച് മിശിഹായുടെ നാമത്തിൽ മാമോദിസ സ്വീകരിക്കുന്നവർ പരിശുദ്ധാരൂപിയെ സ്വീകരിച്ച് ശക്തിപ്പെടുന്നതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ദൈവത്തിന്റെ ദാനം പണം കൊണ്ട് കരസ്ഥമാക്കാം എന്ന് തെറ്റിദ്ധരിക്കുന്നവരെ ശക്തമായ താക്കീത് നൽകി തിരുത്തുന്ന പത്രോസ്ലിഹായെ കാണുവാൻ നമുക്ക് സാധിക്കും. എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലിഹ പ്രബോധിപ്പിക്കുന്നതും മിശിഹായുടെ രക്ഷാകര പ്രവൃത്തിയിലൂടെ മനുഷ്യകുലം നേടിയ കൃപയുടെ സമൃദ്ധിയെക്കുറിച്ചും ദൈവിക ജ്ഞാനത്തിന്റെ പൂർണ്ണതയെക്കുറിച്ചുമാണ്. അന്തരീക്ഷ ശക്തികൾ ദൈവങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ചിരുന്ന ജനതകൾക്ക് ആ അന്ധകാരത്തിൽ നിന്ന് വിമോചനം നൽകി യഥാർത്ഥ വെളിച്ചത്തിലേക്ക് നയിച്ചത് മിശിഹായാണ്. അതിലൂടെ സ്വർഗ സൗഭാഗ്യത്തിന് എല്ലാവരും ഒരുപോലെ അർഹരായി എന്ന് സ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. അല്പനേരത്തേക്ക് വ്യാപിതമായ മനുഷ്യനിർമ്മിതമായ അന്ധകാരത്തെ നീക്കി നിത്യപ്രകാശമായ മിശിഹ നൽകുന്ന പ്രത്യാശയെ പൂകി ഉയർപ്പിന്റെ മഹത്വത്തിൽ ജീവിക്കുവാനാണ് ഇന്ന് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. അന്ധകാരത്തെ നീക്കി പ്രകാശം നൽകുന്ന പ്രത്യാശയിൽ വ്യാപരിക്കുവാനും വളരുവാനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.